നോമ്പിന്റെ വ്രതശുദ്ധിയിൽ മറ്റൊരു റംസാൻ കൂടി. ചെറിയ പെരുന്നാളുള്ള ഒരുക്കത്തിലായിരിക്കും എല്ലാവരും. ഈ ആഘോഷവേളയിൽ നല്ല രുചിയിൽ ഒരു അതിഥി കൂടിയുണ്ട്, നമ്മുടെ പ്രിയ താരം അൻസിബ. ചെറിയ പെരുന്നാൾ വിശേഷങ്ങളും വിഭവങ്ങളുമായി അൻസിബയ്ക്കൊപ്പം ഇന്നത്തെ നല്ല രുചി. അങ്ങനെ നമ്മൾ അൻസിബേൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്ക് ചെയ്ത് നോക്കാം. ഹായ് ഹായ്. അപ്പം ഫസ്റ്റ് തന്നെ ഞങ്ങളുടെ വക ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്. സെയിം ടു യു. താങ്ക് യു. അപ്പം നല്ല രുചിക്കായിട്ട് റെഡി അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പോൾ അൻസിബ, പെരുന്നാളൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് എന്താ പ്രിപ്പയർ ചെയ്ത് തരാൻ പോണേ? പെരുന്നാളായിട്ട് ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല, ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു മലബാർ സ്പെഷ്യൽ ഡിഷ് ആണ് അല്ലേ? ചട്ടിപ്പത്തിരിയാണ് നമുക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് അൻസിബ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടിയിട്ടുള്ളത്? ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നതിന് മെയിൻ ആയിട്ടുള്ള നമ്മൾ യൂസ് ചെയ്യുന്നത് എഗ്ഗാണ്. എഗ്ഗാണ്, കോഴിമുട്ട വെച്ചിട്ടാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത് 5 കോഴിമുട്ട അടിച്ചു വെച്ചതാണ്. 5 കോഴിമുട്ട അടിച്ചു. ഓക്കെ, പിന്നെ ഏലക്കായ 3 കപ്പ് പഞ്ചസാര. 3 കപ്പ് ഒരു മധുരമുള്ള ഫുഡ് ഐറ്റമാണ്. അപ്പോൾ നമുക്ക് സ്വീറ്റ് എത്ര കൂടുതലുണ്ടോ അത്രയും ടേസ്റ്റി ആയിരിക്കും, നന്നായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പൊ മധുരം കുറയ്ക്കണ്ട, മാക്സിമം നമ്മൾ മധുരം ഇടുന്നതാണ് നല്ലത്. അതെ അതെ. ഓക്കെ, ഇത് ഒരു എഗ്ഗും പിന്നെ മൈദ, വെള്ളം, കുറച്ച് ഉപ്പ്. നമ്മൾ ദോശയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യില്ലേ? ഓക്കെ, അതേപോലെ ആ ദോശന്റെ കൂട്ടാണിത്. പിന്നെ ഇത് 3 കോഴിമുട്ട. ഓക്കെ, ഇത് എല്ലാ മിക്സിലും കോഴിമുട്ട ഉണ്ട്. അതെ, കോഴിമുട്ടയാണ്. അപ്പൊ 3 കോഴിമുട്ട, കാടമം എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ചില്ലിയാണ്. ഇത് പഞ്ചസാര, ഇതിലും പഞ്ചസാര ഉണ്ട്. ഓക്കെ, ഇത് നെയ്യിലിട്ടിട്ടാണ് ഇതിങ്ങനെ ടോസ് ചെയ്ത് വെച്ചത്. ഓക്കെ, പിന്നെ കൽക്കണ്ടം, അതും സ്വീറ്റ് ആണ്. കസ്കസ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി. ഓക്കെ, ഇത് പിന്നെ നെയ്യില് ഒരു ചെറിയുള്ളി താളിച്ചതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. അതെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം ഈ ദോശന്റെ കൂട്ടുണ്ടല്ലോ, ഈ ദോശന്റെ കൂട്ടിലേക്ക് നമ്മൾ ഇതാ ഞാൻ പറഞ്ഞല്ലോ, ഈ നെയ്യിലേക്ക് ഒരു ഉള്ളി താളിച്ചു വെച്ചത്. ഇത് മിക്സ് ചെയ്യാം. കുറച്ച് നെയ്യ് എടുത്തിട്ട് ഏകദേശം 50 ഗ്രാം ഒക്കെ കാണുമായിരിക്കും. ഇതിന്റെ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് നെയ്യ്, അതിലോട്ട് ഒരു ചെറിയ ഉള്ളി നന്നായിട്ട് വഴറ്റി അതിലേക്ക് ഇട്ടിരിക്കാം. അപ്പൊ ഇത് നമുക്ക് ഇതിലേക്ക് അപ്പൊ ഇത് മിക്സ് ആക്കി കഴിഞ്ഞു നമ്മള്. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇത് നമ്മൾ ദോശന്റെ കൂട്ടാണല്ലോ. അപ്പൊ നമ്മൾ ഇത് വെച്ച് ദോശ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു ദോശയല്ല, നമ്മൾ ഒരുപാട് ലെയർ ഉണ്ടാക്കും. സാധാരണ 8 ലെയർ ഒക്കെയാണ് ഉണ്ടാക്കുക. പക്ഷെ ഞാനത് ഉണ്ടാക്കുമ്പോൾ 8 ലെയർ ഒന്നും ഉണ്ടാക്കാറില്ല, അത്ര പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ എത്ര ലെയർ കൂട്ടുന്നു അത്രയും സൈസ് വലുതായി വരും. ഓക്കെ, ഇത് ഈ ദോശ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ചട്ടിപ്പത്തിരി അടുക്കി വെച്ചിട്ട് ഈ കൂട്ടുകളൊക്കെ ഇതിൽ ചേർക്കും, എന്നിട്ട് വീണ്ടും വേവിക്കും. ശരിക്കും പെരുന്നാളിനൊക്കെ മെയിൻ ആയിട്ട് വരുന്ന ഇങ്ങനത്തെ ചട്ടിപ്പത്തിരി, അങ്ങനെ കുറെ പലഹാരങ്ങളുണ്ട്. ഉന്നക്കായ പഴമൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നത്, പഴം നിറച്ചത്, മുട്ടമാല, മുട്ടസുർക്ക, ഒരുപാട് പലഹാരങ്ങൾ. അത് എല്ലാത്തിലും ഈ മുട്ട ഇൻക്ലൂഡഡ് ആണ്. അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ദോശ റെഡിയാണ്. ഓക്കെ, ഈ ദോശ നമുക്ക് ആ പാനിലേക്ക് ഡയറക്റ്റ് മാറ്റാം. ഇത് പ്രത്യേകിച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, പണ്ട് ഇത് ഈ പാനിന് പകരം ചട്ടിയിലായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അല്ലേ? അതുകൊണ്ടായിരിക്കും ചട്ടിപ്പത്തിരി എന്ന് പേര് വരാൻ കാരണം. അപ്പൊ നമുക്ക് ഫിൽ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മള് ഈ 5 മുട്ട അടിച്ചു വെച്ചു ഞാൻ പറഞ്ഞല്ലോ. 5 മുട്ടയും നല്ലോണം പഞ്ചസാരയും ഏലക്കായ എന്നിട്ട് മിക്സ് ചെയ്തതാണ്. ഓക്കെ, നന്നായിട്ട് മിക്സ് ആവണം. ഇത് മിക്സിയിലിട്ട് അടിച്ചാലും മതി.
പിശുക്കണ്ട, നന്നായിട്ട് ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട ചില്ലി. അതും ഒരു മുട്ടയുടെ മിക്സ് ആണ്. മുട്ടയും പഞ്ചസാര, ഏലക്ക എല്ലാം ഇട്ട് ഇതുപോലെ നമ്മളൊന്ന് ഇതാക്കി. ഇത് നമ്മൾ സ്പൂണോട് ഇട്ടാൽ ശരിയാവില്ല, കുറച്ച് സ്പ്രെഡായി കിടക്കണം. ഓക്കെ. അപ്പോൾ നമുക്കിനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇയാളിട്ടോളൂ, ഞാനിടാം. അതും സ്പ്രെഡ് ചെയ്തിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കൽക്കണ്ടം. അവിടെയും മധുരം. അപ്പോൾ കൽക്കണ്ടം നമുക്ക് സ്പ്രെഡ് ചെയ്തിടാം. അപ്പം കഴിഞ്ഞു. അത് നമ്മൾ വീണ്ടും അടുത്ത ലെയർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഇനിയിപ്പോ പ്രോസസ്സ് ഇത് തന്നെയാണ്. ദോശ ഉണ്ടാക്കുക, ഈ മിക്സ് ഇടുക, അങ്ങനെ നമ്മൾ കുറെ ലെയേഴ്സ് ഉണ്ടാക്കണം അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് അടുത്ത ലെയർ തുടങ്ങാം. പാൻ ചൂടായിട്ടുണ്ട്. ഓക്കെ. അപ്പം അൻസിബ ഒരു ആക്ട്രസ് ആണല്ലോ, അപ്പൊ എങ്ങനെയാ ഡയറ്റൊക്കെ ഇപ്പം കൺട്രോൾ ചെയ്യാൻ, പണ്ടത്തെ പോലെ കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ദൃശ്യത്തിന്റെ സമയത്ത് കുറച്ചുകൂടെ തടി ഉണ്ടായിരുന്നു. ഇപ്പം കൺട്രോൾ ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് അത്ര ഞാൻ ശരിക്കും പറഞ്ഞാൽ തടി കൂടിയെന്ന് തോന്നിയാ അപ്പൊ ഡയറ്റ് ചെയ്യും. പിന്നെ വീണ്ടും കഴിക്കാൻ. മലബാറിലുള്ള ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നമാണത്. ഡയറ്റ് ചെയ്യാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഇത്രയും നല്ല ഫുഡിന്റെ സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണല്ലോ അല്ലെ. ഇപ്പം സിമ്പിൾ ആണ്, നമ്മൾ വിചാരിച്ചത്ര ടഫ് ഒന്നും അല്ല അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ടഫൊന്നുമല്ല, പിന്നെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതുപോലെ ഇപ്പൊ ഇത് ദോശ ആയതുകൊണ്ടാണ് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ വന്നത്. ഇത് എങ്ങാനും ഞാൻ പത്തിരി ആണെങ്കിൽ പരത്താനാണെങ്കിൽ നമ്മള് ശരിക്കും ഇന്ത്യന്റെ ഷേപ്പ് പോലെ, പക്ഷെ ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൗണ്ട് ഷേപ്പ് വരും. ഉമ്മ വലിയമൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് കണ്ണു അടച്ചവരുണ്ടാക്കും, കറക്റ്റ് റൗണ്ട് ഷേപ്പിലായിരിക്കും. അപ്പം നമ്മുടെ ഈ അപ്പം റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഇങ്ങനെ ഇടാം. അപ്പൊ നമ്മൾ ദോശ അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഫില്ലിംഗ് അല്ല, വീണ്ടും ഫില്ലിംഗ്. അപ്പൊ ഫില്ല് ചെയ്യുമ്പോ എന്താ പ്രശ്നം, നമ്മൾ ദോശ മാവ് രണ്ടും ഒരുപോലെ ഉണ്ട് കാണാൻ. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ഞാനും ഇതെടുത്ത് ഒഴിക്കാൻ വ്യഗ്രതയിലായിരുന്നു. അപ്പം അത് മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ മുട്ടയും പഞ്ചസാരയും ഏലക്കായും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ കൂട്ട് അതിലേക്ക് ഒഴിക്കുകയാണ്. തീർക്കണ്ട, നമുക്ക് ഇനിയും കുറെ ലേസ് ഉണ്ടാക്കാനുള്ളതാണ്. നമ്മുടെ കൽക്കണ്ടം വീണ്ടും മധുരം. ശരിക്കും ഓരോ മാപ്പിളപ്പാട്ടുകളിലൊക്കെ കൽക്കണ്ടം, മുന്തിരി ഇതൊക്കെ സ്വീറ്റ് ആയതുകൊണ്ടാണ് കൽക്കണ്ടക്കനിയാണെന്നൊക്കെ. ശരിക്കും ഇതിന്റെ ഈ ഫുഡിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് വെച്ചിട്ടായിരിക്കും ചിലപ്പോ അതൊക്കെ പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ വീണ്ടും അടുത്ത ദോശ ആരംഭിച്ചു. തേർഡ് പാർട്ട് എത്തി. നമ്മൾ അടുത്ത ദോശയും നമ്മൾ ഒഴിച്ചു കഴിഞ്ഞു. ദോശന്റെ ചീസ് സൗണ്ട്. പിന്നെ എന്തൊക്കെയാണ് പെരുന്നാൾ വിശേഷങ്ങൾ? പെരുന്നാൾ വിശേഷങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ഈദ്ഗാഹിന് രാവിലെ തന്നെ പോകണം. അപ്പോൾ ഈദ്ഗാഹിന് എനിക്കും എൻ്റെ അനിയത്തി ഉണ്ട്, അഫ്സാന, 8th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ അവളും ഞാനും ശരിക്കും ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രാവിലെ തന്നെ ഈദ്ഗാഹിന് പോകണം. അപ്പോൾ ഇവിടെ ബീച്ചിൽ, കോഴിക്കോട് ബീച്ചിൽ വലിയ ഈദ്ഗാഹാണ് ഉണ്ടാവുക. അധിക സമയം മഴ ഉണ്ടെങ്കിലും ചെറിയ മഴയൊക്കെ ആണെങ്കിൽ അവിടെ വെച്ചിട്ട് ഈദ്ഗാഹ് ഉണ്ടാവും. ഈദ്ഗാഹ് എന്ന് വെച്ചാൽ പെരുന്നാൾ നമസ്കാരം. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ബീച്ചിൽ വെച്ചിട്ടും മസ്ജിദ് വെച്ചിട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് മൈതാനിയിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൂടെ നമസ്കരിച്ചാൽ ഒരുപാട് പുണ്യം കിട്ടുന്നതാണ്. അപ്പൊ ഞാനും അനിയത്തിയും ഓടി പിടിച്ച് അവിടെ എത്തും.
അവിടെ എത്തുമ്പോഴേക്കും അത്രയും തിരക്ക് കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടില്ല. പിന്നെ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓടും. അപ്പോഴേക്കും ബാങ്ക് വിളി കേൾക്കും. ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഞങ്ങൾ ബാങ്ക് കൊടുത്തെത്താത്ത ഇവള് പറയും, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓടും. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഓടാൻ ഭയങ്കര ചമ്മലായിരുന്നു. എല്ലാവരും നോക്കണില്ല, പക്ഷെ എല്ലാരും ഓടാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഓടും. എന്നിട്ട് അവിടെ പോയി നമസ്കരിക്കും. അപ്പോൾ ഇപ്പൊ കഴിഞ്ഞ തവണ ഞങ്ങൾ ബീച്ചിലാണ് പോയത്. അപ്പൊ ഇത്തവണയും ബീച്ചിൽ തന്നെ പോകാനാണ് ശരിക്കും ആഗ്രഹം. അപ്പൊ മഴ ഇല്ലെങ്കിൽ പോവാം. അപ്പൊ അടുത്ത ദോശ റെഡി, അതും റെഡിയായി. അപ്പൊ ഈ ദോശ നമുക്ക് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഫില്ലിങ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഫില്ലിങ്. നമ്മളിത് മുഴുവൻ ഒഴിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി 3 ലെയറാണ്. 3 ലെയർ, സാധാരണ 8 ലെയറാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഇനി ഫിൽ ചെയ്യാം. ഓക്കെ, ബാക്കി കാര്യങ്ങളൊക്കെ. ഇത് ഏറ്റവും മേളിലുള്ള ലെയർ ആയാലും നമുക്ക് കസ്കസ് യൂസ് ചെയ്യാം. ഓക്കെ, നമുക്കിത് വേവിക്കണം അല്ലേ? അതിന് വേവിക്കാം. നമുക്ക് ആ പാൻ എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വളരെ ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. അടയ്ക്കട്ടെ. ഓക്കെ, അടച്ചു. ഏകദേശം എത്ര സമയം ഇത് വേവിക്കേണ്ടി വരും? ഇനി ഇതൊരു 30 മിനിറ്റ്സ് കൊണ്ട് ഇത് ശരിയാക്കാം. കാരണം നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പുതിയ ഫിലിംസ് ഒക്കെ പുതിയ ഇപ്പൊ ഞാൻ ഒരു തമിഴ് മൂവി ചെയ്തോണ്ടിരിക്കുന്നത് പരഞ്ജ്യോതി എന്ന് പറഞ്ഞിട്ട്. മലയാളത്തില് ബദൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന് പറഞ്ഞിട്ട് ഒരു മൂവി ചെയ്തിട്ടുണ്ട്. ഏകദേശം കഴിയാറായി. അപ്പൊ ഇത് കുറച്ച് സമയം ആയില്ലേ നമ്മള്? ഇതായിട്ടുണ്ടാവും. ഓക്കെ, തുറന്നു നോക്കാം. നമുക്കിത് മറിച്ചിടാം. ആ സൈഡും കൂടെ നമുക്കൊന്ന് മറിച്ചിട്ടു. ഇനി ഈ സൈഡും കൂടി കുറച്ച് നേരം വേണം. സത്യം പറയട്ടെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം ഉണ്ട് ഇതില്. എന്താ? ഞാൻ ഉണ്ടാക്കിയത് വളരെയധികം ക്ലീൻ ആയിട്ട്. അത് നല്ല കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് സ്വന്തമായിട്ട്. ഞാൻ ഉമ്മ ഉണ്ടാക്കുന്നവര് വല്യമ്മ ഉണ്ടാക്കുന്നതൊക്കെ നോക്കി നിൽക്കും, കഴിക്കും. ഇത്രയും അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സൈഡും വെന്തിട്ടുണ്ടാവും, കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മറിച്ചിടാം. ഓക്കെ, മറിച്ചിടാൻ ഇത് യൂസ് ചെയ്യണ്ട. ഓഫ് ചെയ്തു. അപ്പൊ നമ്മുടെ ചട്ടിപ്പത്തിരി തയ്യാറായി. അടുത്തതായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യണം. ഒന്ന് ചൂടാറിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ വായിലിട്ട് എന്നോട് തോടേണ്ടി വരും. ചെയ്യേണ്ടി വരും. അപ്പം ഏകദേശം തണുത്തിട്ടുണ്ട്. കട്ട് ചെയ്യാം അല്ലേ? കട്ട് ചെയ്ത് ടേസ്റ്റ് പറയണം. പറയാം. ശരിക്കും പഞ്ചസാര നമ്മൾ പിശുക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം സാധനവും സ്പോയിലായി പോകും. കാരണം ആ മുട്ടയുടെ ആ ഒരു ടേസ്റ്റ് വരും. ഇതിപ്പോ നെയ്യിന്റെയും ഏലക്ക ആ ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. എനിക്കിതുവരെ കാഷ്യൂ കിട്ടിയില്ല. നോക്കട്ടെ. അതാണ് പറഞ്ഞത്, കാഷ്യൂ കുറേ. അപ്പം അൻഷിബ നല്ലൊരു ആക്ട്രസ് മാത്രമല്ല, നല്ലൊരു പാചകക്കാരിയാണെന്നും ഈ ചട്ടിപ്പത്തിരിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ വക ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ? താങ്ക് യു. ഇത്രയും പേരെന്തായാലും കേട്ടല്ലോ. ഓക്കെ. അപ്പം അൻഷിബയുടെ ഒരു സ്പെഷ്യൽ ഡിഷും കൂടി നമുക്ക് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. അപ്പം അതിനായിട്ട് കാത്തിരിക്കുക. അപ്പോഴേക്കും ഞങ്ങളതൊക്കെ ഒന്ന് കഴിച്ചു തീർക്കട്ടെ.
ചട്ടിപ്പത്തിരി ഉണ്ടാക്കി കഴിഞ്ഞു. അടുത്തത് എന്താണ്? ഇനി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ സംഭവമൊന്നുമല്ല, വെരി സിമ്പിൾ ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. പിന്നെ നല്ല ടേസ്റ്റും ആണ്. ഓക്കെ, ഒരു കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ്. കസ്റ്റർഡ് ഫ്രൂട്ട് സലാഡ് കോമൺ ആയിട്ടുള്ളതാണ്. അപ്പം ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അൻസിബിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ സ്പെഷ്യാലിറ്റി. അല്ല, നമുക്ക് ഉണ്ടാക്കാൻ അറിയുന്നതല്ലേ ഉണ്ടാക്കാൻ പറ്റും. അത് ഉണ്ടാക്കാം, തുടങ്ങാം. വേണ്ട കാര്യങ്ങള് മിൽക്ക് വേണം. ഞാൻ എടുത്തിരിക്കുന്നത് 500 ml ആണ്. മിൽക്ക്, ഷുഗർ, പിന്നെ ഇത് ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മിൽക്കിലും ഷുഗർ ആഡ് ചെയ്യണം. അതുകൊണ്ട് 2 കപ്പിൽ നിന്ന് ഞാൻ ഷുഗർ എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, ആപ്പിള്, മാംഗോ, ചെറീസ്, ഗ്രേപ്സ്, പൈനാപ്പിള്, ബനാന എല്ലാം നമുക്ക് ആവശ്യമുള്ള ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് വെള്ളം അപ്പോൾ നമുക്ക് ഷുഗർ ആഡ് ചെയ്യാം ഇതിൽ. ഓക്കെ, ആവിയൊക്കെ വന്നു. നമ്മളൊക്കെ മാസ്ക് ഫുൾ സ്മോക്കാണ്. ആരും കാണരുത്. ഒറ്റ സ്റ്റെപ്പും കണ്ടുപോകരുത്. ഉണ്ടാക്കുന്നൊന്നും ഞാൻ ഉണ്ടാക്കുന്ന തെറ്റുകൾ കണ്ടുപോകരുത്. അതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ലായനി ശരിയായി. അപ്പൊ ഇനി ഈ ലായനിയിലേക്ക് നമ്മൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം ആപ്പിള്, പൈനാപ്പിൾ ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കാൻ കാരണം ഈ സിറപ്പിൽ ഇത് കുറച്ച് നേരം നമുക്ക് ഈ കസ്റ്റർഡ് ഉണ്ടാക്കാനുണ്ടല്ലോ, ആ ഒരു ടൈം വരെ ഇത് ഈ സിറപ്പിലുള്ള ഈ പഞ്ചസാര മൊത്തം അതിലേക്ക് ഒന്ന് ഫ്രൂട്ട്സ് അബ്സോർബ് ചെയ്യും. അതെ, പഴം ഇപ്പൊ തന്നെ സ്മെല്ല് വരുന്നുണ്ട്. പൈനാപ്പിളിന്റെ ആണ് മെയിൻലി കുട്ടി വരുന്നത്. മാംഗോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്രേപ്സ് ആഡ് ചെയ്യാം. പിന്നെ ചെറീസ്. മിക്സ് ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂടി വയ്ക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാം. അപ്പോൾ കസ്റ്റർഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പാൻ എടുക്കാം. അതിൽ മിൽക്ക്, ഇത് 500 ml ആണ് കേട്ടോ ഈ മിൽക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ 500 ml മിൽക്ക് ഒഴിച്ചു. അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യണം അല്ലേ? വലിയ കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഒരു കപ്പ് ആഡ് ചെയ്തു. ഇനി നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഐറ്റം കസ്റ്റർഡ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, കടകളിലൊക്കെ പാക്ഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ 500 ml മിൽക്കിന് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കസ്റ്റർഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിതിപ്പോൾ ഇത് ഫ്ലെയിം കൂട്ടുന്നതിന് മുന്നേ ഞാനിത് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട പിടിക്കും പെട്ടെന്ന്. ഓക്കെ. മലബാറുകാരിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമാണല്ലേ? അതെന്താന്ന് ചോദിക്കും. വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാ, ചെറുതല്ല. വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. വേറെ എന്തെങ്കിലും അറിയില്ല എന്ന് പറഞ്ഞാലും അത് വലിയ കുഴപ്പമില്ല. ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല.
മലബാറിൽ എല്ലാവരും വരുന്നത് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എങ്ങനെയാ ഫാമിലി ആയിട്ട് ഇപ്പം പുറത്തൊക്കെ പോയി കഴിക്കാറൊക്കെ ഉണ്ടോ? ആ, ഞങ്ങൾക്ക് എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാക്കി ഒരു 2 ദിവസം കൂടുന്തോറും ഞങ്ങൾക്ക് പുറത്തിറങ്ങണം. വെറുതെ SM സ്ട്രീറ്റിലും മോളിലും പിന്നെ റെസ്റ്റോറൻറ്റിലൊക്കെ കയറണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഒന്നും ഉണ്ടാവാനൊന്നുമില്ല വാങ്ങാൻ, എന്നാലും എന്തെങ്കിലും വാങ്ങണം, അത് വാങ്ങണം, ഇത് വേണമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങും. പക്ഷെ അന്ന് അത്രയും നല്ല സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്ത് അല്ലേ? ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം നോമ്പ് സമയത്തൊക്കെ, നോമ്പ് തുറന്നു കഴിഞ്ഞ് തറാവീഹ നമസ്കാരം, ഇഷാ നമസ്കാരത്തിന് ശേഷമുള്ളതാണ്. നോമ്പിന് മാത്രമുള്ള നമസ്കാരമാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബീച്ചിൽ പോയിരിക്കാൻ ഭയങ്കര രസമാണ്. ആ നേരത്ത് പ്രത്യേകിച്ച് ഇപ്പൊ മഴയും കൂടെ ഉള്ള ഒരു സമയമായതുകൊണ്ട് അധികം നല്ല പെരുമഴ ഒന്നാകുമ്പോൾ നമുക്ക് പറ്റില്ല. ചെറിയ ചാറ്റൽ മഴ ഒക്കെ ആകുമ്പോൾ നല്ല ക്ലൈമറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, നല്ല റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറിൽ പോയിരിക്കാം. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോയിരിക്കും. പിന്നെ അവിടുന്ന് ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പേരക്കൊക്കെ പേരക്ക, അതെ. ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നമ്മൾ കസ്റ്റർഡ് ഇതിലേക്ക്, ഈ ഫ്രൂട്ട്സിന്റെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്യാൻ പോകണം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഓക്കെ. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ട്രൈ ചെയ്യണ്ടേ? പിന്നെ എന്നിട്ട് പറയണം ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ട്. അതെ അതെ. അപ്പോൾ ശരിക്കും ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിലും അങ്ങനെ തന്നെ പറയണ്ട. ആ, കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞാൽ ഐസ്ക്രീം വേണമെന്നില്ല ഇതിന് അല്ലേ? ഐസ്ക്രീം ഇല്ലാതെ കഴിക്കാനും ശരിക്കും ടേസ്റ്റ്. ഇപ്പം അൻസിബ സ്പെഷ്യൽ കസ്റ്റർഡ് ഫ്രൂട്ട്സ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ ആദ്യം സിറപ്പിൽ ഇട്ട് വെച്ചുകൊണ്ട് ആ ഫ്രൂട്ട്സിനൊക്കെ എല്ലാ ഫ്രൂട്ട്സിനും ആ ഒരു മധുരം വന്നിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ 2 അടിപൊളി ഡിഷാണ് നമുക്ക് വേണ്ടി അൻസിബ എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം എല്ലാവിധ ആശംസകളും, അതുപോലെ തന്നെ ഈദ് മുബാറക്. താങ്ക് യു സോ മച്ച്. സെയിം ടു യു. അപ്പോൾ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഈ പെരുന്നാൾ ദിനത്തിൽ നിങ്ങളുമായിട്ട് എൻ്റെ കുക്കിങ്ങിൻ്റെ ഈ ഒരു സംഭവങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഒരുപാട് കുക്കൊന്നും അത്ര ചെയ്യാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അത്യാവശ്യം സംഗതികളൊക്കെ അറിയാം, എന്നാലും ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ്ഡ് അല്ല കുക്കിങ്ങിൽ. അപ്പോൾ നിങ്ങളുമായിട്ട് ഇത് പങ്കുവെച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാവരും ഈ പെരുന്നാൾ ദിനത്തിൽ ഈ 2 ഡിഷസും ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. അപ്പോൾ ഈ നല്ല രുചി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് എനിക്കറിയാം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എൻ്റെയും അൻസിബേൻ്റെയും വക ടാറ്റാ.